യേശു മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പെസഹ കാലം നമ്മളിന്ന് ധ്യാനിക്കുന്നത് യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. കടലിന് മീതെ നടക്കുന്ന യേശുനാഥനെക്കുറിച്ചാണ് സുവിശേഷം നമ്മളോട് സംസാരിക്കുന്നത്. ഈ സുവിശേഷ ഭാഗത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 6-ാമത്തെ അധ്യായം, യോഹന്നാൻ്റെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായം പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ളൊരു പഠനഭാഗമാണ്. അപ്പോൾ അതിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ശിഷ്യന്മാർ വള്ളത്തിലേക്ക് കയറി കടലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് പെട്ടെന്ന് കടൽക്ഷോഭം ഉണ്ടാകുന്നു. അവർ ഭയന്ന് നിലവിളിക്കുന്നു. അപ്പോൾ യേശുനാഥൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് അവരെ രക്ഷിക്കാനായിട്ട്. പക്ഷേ യേശുനാഥനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവിടുത്തെ സാന്നിധ്യത്തെ അവർ സംശയിക്കുകയാണ്. ഇത് ഭൂതമാണോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ ഈ സുവിശേഷ ഭാഗം ആദ്യമായി തന്നെ യേശുനാഥൻ്റെ ദൈവികതയാണ് സൂചിപ്പിക്കുന്നത്. കാരണം അവന് പ്രകൃതിയുടെ മേലുള്ള സർവ്വശക്തിയെയുമാണ് ഈ സുവിശേഷ ഭാഗം സൂചിപ്പിക്കുന്നത്. അപ്പോൾ എന്തും സാധ്യമാകുന്ന ഒരു ദൈവമാണ് യേശുനാഥൻ എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും. ഒന്ന്, നേരത്തെ നമ്മൾ കണ്ടു അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന യേശുനാഥനാണ്. ഇന്ന് കാറ്റിനെയും കടലിനെയും ഒക്കെ ശാന്തമാക്കിക്കൊണ്ട് അവൻ്റെ സാന്നിധ്യം അവൻ അവിടെ തെളിയിക്കുകയാണ്. കാരണം അവൻ അവിടെ ഇല്ലായിരുന്നു, എന്നാൽ അവൻ വെള്ളത്തിന് മീതെ നടന്നുകൊണ്ട് അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഇത് ചില സ്വാഭാവികമായ നിയമങ്ങൾക്കെതിരായ ഒരു സംഭവമാണ്. കാരണം അത് സാധ്യമാകുന്നത് യേശുനാഥൻ ദൈവമായതുകൊണ്ടാണ്. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ദിവ്യകാരുണ്യത്തിൽ യേശുനാഥൻ്റെ സാന്നിധ്യം. ഇപ്പോൾ ഇവിടെ യേശുനാഥൻ അവരെ രക്ഷിക്കാനായി അവിടെ എത്തിയിരിക്കുന്ന അവൻ്റെ സ്നേഹത്തിൻ്റെ സാന്നിധ്യം. കാരണം ശിഷ്യന്മാർ തിന്മയിൽ ഈ മരണത്തിലേക്ക് വീണു പോകാതിരിക്കാനാണ്, രക്ഷിക്കാനാണ്, അവിടുന്ന് സ്നേഹം കൊണ്ടാണ് അവിടുന്ന് ഈ ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത്. ദിവ്യകാരുണ്യം അതുപോലെയാണ്. സ്നേഹം കൊണ്ട് തൻ്റെ ജനതയോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയാണ് യേശുനാഥൻ ദിവ്യകാരുണ്യമായി മാറുന്നത്. അപ്പോൾ അങ്ങനെ മാറിയ യേശുനാഥൻ്റെ സാന്നിധ്യത്തെ പലപ്പോഴും പലരും സംശയിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ഭൂതമാണെന്നാണ് ഈ മനുഷ്യർ വിചാരിക്കുന്നത്, രക്ഷിക്കാൻ വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ. ചിലർക്ക് യേശുനാഥൻ വെറും ഒരു അപ്പകഷ്ണം മാത്രമാണ് ദിവ്യകാരുണ്യത്തിൽ. പക്ഷേ അങ്ങനെയല്ല. അവിടുന്ന് പ്രകൃത്യാതീതമായ ശക്തിയുടെ പ്രാഭവത്തിൽ അവിടെ ദൈവമായതുകൊണ്ട് അവിടുത്തെ യഥാർത്ഥ സാന്നിധ്യം തന്നെയാണ് ദിവ്യകാരുണ്യത്തിൽ എന്ന് ഈ ഒരു സുവിശേഷ ഭാഗ്യം ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം. അന്ന് അപ്പോസ്തലന്മാർക്ക് പ്രത്യക്ഷപ്പെട്ട അതേ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം തന്നെയാണ് ഈ ദിവ്യകാരുണ്യത്തിൽ. കാര്യം അന്ന് അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇന്നും നമ്മൾ അത് മനസ്സിലാക്കാതിരിക്കുന്നുണ്ടെങ്കിൽ യേശുനാഥൻ്റെ ദൈവത്വത്തെ നമ്മളും സംശയിക്കുകയാണ്. അവിടുന്ന് പൂർണ്ണമായ ദൈവമായതുകൊണ്ട് അവിടത്തേക്ക് എന്തും സാധ്യമാണ്. അതുകൊണ്ടാണ് അവിടത്തേക്ക് ഈ ദിവ്യകാരുണ്യത്തിൽ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും രൂപത്തിൽ തൻ്റെ തിരുശരീര രക്തങ്ങളെ യഥാർത്ഥ സാന്നിധ്യമായി അവിടത്തേക്ക് നൽകാൻ സാധിക്കുന്നു. അപ്പോൾ ഇത് അവിടുത്തെ സ്നേഹത്തിൻ്റെ സാന്നിധ്യമാണ്. അപ്പോസ്തലന്മാരെ രക്ഷിക്കാനായി അവിടുന്ന് കടലിന് മീതെ നടന്ന് ചെന്നെത്തിയതുപോലെ ഇന്ന് നമ്മുടെ മുമ്പിൽ നമ്മുടെ അൽത്താരയിൽ ദിവ്യകാരുണ്യമേ അവിടെ നിന്നിരിക്കുന്നത് ഈ സ്നേഹ സാന്നിധ്യം കൊണ്ട് നമ്മളെ രക്ഷിക്കാറുണ്ട്. അപ്പോൾ അവിടുത്തെ യഥാർത്ഥത്തോടെ തിരിച്ചറിയാനുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പോസ്തലന്മാർ അവിടുത്തെ ഭൂതമെന്ന് തെറ്റിദ്ധരിച്ചതുപോലെ അവിടുത്തെ തെറ്റിദ്ധരിക്കാതിരിക്കാൻ, അവിടുത്തെ യഥാർത്ഥ സാന്നിധ്യത്തെ മനസ്സിലാക്കാനുള്ള ബോധ്യം നമുക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുക. യേശുനാഥൻ അതിനെ നമ്മെ സഹായിക്കട്ടെ. ആമേൻ.